ഹായ് ഫ്രണ്ട്സ്, സെറ്റ് കൊമേഴ്സ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് ജൂലൈ 2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആൻസറിലേക്ക് മാത്രമാണ് കിടക്കുന്നത്. ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്ത് ഞാൻ ടൈമൊന്നും കളയുന്നില്ല. നമുക്ക് കറക്റ്റ് ആൻസർ മാത്രം നോക്കി പോകാം. വാൾട്ടേഴ്സ് മോഡൽ ഏത് കോൺസെപ്റ്റാണ്? റെലവൻസ് കോൺസെപ്റ്റ് ആണ് അല്ലേ? അപ്പോൾ റെലവൻസ് മോഡൽ. വേർഡ് ഇൻ ദ ഹാൻഡ് ആർഗ്യുമെൻറ്റ് ആരുടേതാണ്? ഗോർഡൻ്റെ അപ്രോച്ച് ആണ്. ഇനി ഗ്രോത്ത് ഫേം എന്ന് പറയുന്നത് ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ. റിട്ടേൺ ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ? ഇനി നോർമൽ ഫേം എന്ന് പറയുന്നത് റിട്ടേൺ ഈക്വൽസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ആർ ഈക്വൽസ് കെ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മെഗാ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് ഫോർ ഓപ്പണിംഗ് അപ്പ് ദ ക്ലോസ്ഡ് മാർക്കറ്റ്സ്. ക്ലോസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ്സിനെ ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസിനെയാണ് മെഗാ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഈവൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റിംഗ് ദ ഹാപ്പനിങ് ഓഫ് ആൻ ഈവൻ ഇൻ സോഷ്യൽ ലൈഫ്. ഓക്കെ. ഗ്രീൻ മാർക്കറ്റിംഗ് പ്രൊട്ടക്ട് എക്കോസിസ്റ്റംസ്. സൊസൈറ്റൽ മാർക്കറ്റിംഗ് ലോങ് റൺ കസ്റ്റമർ വെൽഫെയർ ആണ് സൊസൈറ്റൽ മാർക്കറ്റിംഗ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ മെഷീൻ ഷോപ്പാണ്. സർവീസ് കോസ്റ്റ് സെൻറ്റർ പവർ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ്. പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ സ്റ്റോർ കീപ്പർ ആണ്. ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ സ്റ്റോർ യാർഡ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ്. ഇവിടെ ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ അല്ലേ? കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ആണ് പി വി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി BEP ബ്രേക്ക് ഈവൻ പോയിന്റ് ടോട്ടൽ സെയിൽസ് ഈക്വൽസ് ടോട്ടൽ കോസ്റ്റ് വരുന്ന പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ. അപ്പോൾ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തത് ഹാവ്ത്രോൺ എക്സ്പീരിമെൻ്റ് ആരുടേതാണ്? എൽട്ടൺ മായോ. അടുത്തത് സ്കാലാർ ചെയിൻ ഹെൻറി ഫയോളിൻ്റേതാണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നമുക്കറിയാം FW ടൈലർ. ദ ഫിലോസഫി ഓഫ് മാനേജ്മെൻറ്റ് ഒലിവർ ഷെൽഡൻ. ഇനി ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്കണോമിക് എൻവയോൺമെൻറ്റ്, അത് കറക്റ്റ് ആൻസർ എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് തന്നെയാണ്. ഇൻഫ്ലേഷൻ റേറ്റ്സ് ഏതിൽ വരുന്നതാണ്? എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. അടുത്തത് സോഷ്യൽ എൻവയോൺമെൻറ്റ്, കൺസ്യൂമർ ബിഹേവിയർ ഏത് എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്? സോഷ്യൽ എൻവയോൺമെൻറ്റിൽ. ഇനി സ്റ്റേബിൾ ഗവൺമെൻറ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ പെട്ടതാണ്. അടുത്ത ഡിജിറ്റലൈസേഷൻ ഓഫ് ട്രെൻഡ്സ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തത് ഇനി പറയുന്നവയെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ആണ് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തന്നിട്ടുള്ളത്. വേൾഡ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജൂലൈ 1944. IMF ഡിസംബർ 1945. WTO എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജാനുവരി 1995. ADB എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1966. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാ വർഷവും എക്സാമിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 38 ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 ലീസിംഗ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 ഇൻകം ടാക്സ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്, ബേസിക് റിസർച്ച് ഡൺ ഫോർ നോളജ് എൻഹാൻസ്മെൻറ്റ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, എത്തോഗ്രഫി, കോൺസെപ്ച്വൽ റിസർച്ച്, സൈക്കോ അനാലിസിസ് ആൻഡ് ക്ലിനിക്കൽ പ്രാക്ടീസ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അടുത്തത് ഹംഗേറിയൻ മെത്തേഡ് അസൈൻമെൻ്റ് ആണ് മാച്ച് ചെയ്യുന്നത്. വോജൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ട്രാൻസ്പോർട്ടേഷൻ, മോണ്ടി കാർലോ മെത്തേഡ് സിമുലേഷൻ, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് CPM നെറ്റ്വർക്ക് അനാലിസിസ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ. സെറ്റ് എക്സാമിങ് അടുത്തെത്തി കഴിഞ്ഞു.
ഇനിയും PYQ ഡിസ്കഷൻ സീരീസ് നമ്മുടെ ചാനലിലുണ്ടായിരിക്കും. എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നന്നായി റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. വിജയം നിങ്ങളുടേതായിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ബൈ യുവർ കൊമേഴ്സ് മെൻറ്റർ നീന.